ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഏവരെയും യു പ്ലാന്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ ധാരാളമായി ഉപയോഗിച്ചു വരുന്ന നന്ദ്യാർവട്ടം എന്ന ചെടിയെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി ഈ ചെടിയുടെ പൊതുവായ വിവരങ്ങളും ഇതിൻ്റെ പരിചരണ രീതികളും അതിനുശേഷം ായ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും വിവരിക്കുന്നതാണ്. ടേബർന മൊണ്ടാന ഡിവാരിക്കേറ്റ എന്നതാണ് ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം. ഇംഗ്ലീഷിൽ ഈ ചെടിയെ ക്രേപ്പ് ജാസ്മിൻ എന്നും അതുമല്ലെങ്കിൽ പൈൻ വീൽ ഫ്ലവർ എന്നും അറിയപ്പെടുന്നു. എന്നാൽ മലയാളത്തിൽ നന്ദ്യാർവട്ടം എന്നാണ് അറിയപ്പെട്ടു വരുന്നത്. എന്നാൽ ഹിന്ദി ഭാഷയിൽ ചന്ദനി എന്ന പേരിലാണ് ഈ ചെടി അറിയപ്പെട്ടു വരുന്നത്. നന്ദ്യാർവട്ടം എന്ന ഈ ചെടിയുടെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണിലാണ് ഏറ്റവും നല്ല വളർച്ച കാണിച്ചു വരുന്നത്. നല്ല ചാണകപ്പൊടിയോ അതുമല്ലെങ്കിൽ ജൈവവളങ്ങളോ ചേർത്ത് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാവുന്നതാണ്. നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലങ്ങളിലോ അതുമല്ലെങ്കിൽ തണലുള്ള സാഹചര്യങ്ങളിലോ ഇടുന്നതിന് പ്രയാസമില്ലാത്ത ഒരു ചെടിയാണ് നന്ദ്യാർവട്ടം. മികച്ച വളർച്ചയുണ്ടാവുന്ന താപനില 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. മൂന്നാമതായി, മാസത്തിൽ ഒരു പ്രാവശ്യം ജൈവവളങ്ങളായ കമ്പോസ്റ്റ് അതുമല്ലെങ്കിൽ ചാണകപ്പൊടി എന്നിവ നൽകുന്നത് ഉചിതമാണ്. നാലാമതായി, ജലസേചനം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അധികം വെള്ളം ആവശ്യമില്ലാത്തതാണ്. എന്നിരുന്നാലും മിതമായ ജലസേചനം ആവശ്യമാണ് താനും. എന്നാൽ വരണ്ട മണ്ണാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമതായി, കീടനാശനവും രോഗനിയന്ത്രണവും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കീടങ്ങളായ അപ്പൈഡ്സ്, സ്പൈഡർ മൈറ്റ്സ് എന്നിവയുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി നീം ഓയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആറാമതായി, പുതിയ പൂക്കളും കൂടുതലായി വരുന്നതിന് പ്രൂണിങ്ങും കട്ടിങ്ങും ചെയ്ത് നൽകേണ്ടതാണ്. പുതിയ പൂക്കളും ഇലകളും വരുന്നതിന് ആവശ്യമില്ലാത്ത കൊമ്പുകൾ പ്രൂൺ ചെയ്ത് നൽകുന്നത് നന്നായിരിക്കും. പ്രൊപ്പഗേഷനായി സ്റ്റെം കട്ടിംഗ് രീതിയും അതുമല്ലെങ്കിൽ ലെയറിംഗ് രീതിയും ഉപയോഗിച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കാവുന്നതാണ്. അടുത്തതായി, നന്ദ്യാർവട്ടം എന്ന ഈ ചെടിയുടെ പ്രധാന ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, മലബന്ധത്തിനും വയറിളക്കത്തിനും നന്ദ്യാർവട്ടം എന്ന ഈ ചെടിയുടെ ഇലകളുടെ കഷായം ഉപയോഗിക്കുന്നത് നല്ലതാണ്. രണ്ടാമതായി, കണ്ണിൻ്റെ ആരോഗ്യത്തിനും കണ്ണുനീരിളക്കത്തിനും വളരെ അത്യുത്തമമായ ഒരു ഔഷധമാണ് നന്ദ്യാർവട്ടം. ഈ ചെടിയുടെ പാൽ അഥവാ ലാറ്റക്സ് കണ്ണുനീരിളക്കത്തിന് ആയുർവേദ ചികിത്സക്കായി ഉപയോഗിച്ചു വരുന്നു. മൂന്നാമതായി, വേദനാശമനത്തിനും പൊള്ളലിനുമുള്ള അത്യുത്തമമായ ഒരു മരുന്നായും ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. നന്ദ്യാർവട്ടത്തിൻ്റെ ഇലകളുടെ ചാറ് പൊള്ളലിന് ഉത്തമമായ ഒരു ഔഷധമാണ്. നന്ദ്യാർവട്ടം എന്ന ഈ ചെടിയുടെ കഷായം ജലദോഷം, ചൂടുപനി എന്നിവ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചു വരുന്ന ഒരു ചെടി തന്നെയാണ്. അതുകൂടാതെ വിവിധ ഔഷധക്കൂട്ടുകളിൽ ധാരാളമായി ഉപയോഗിച്ചു വരുന്ന ഒരു ചെടി തന്നെയാണ്. നന്ദ്യാർവട്ടത്തിൻ്റെ പൊതുവിവരങ്ങളും അതിൻ്റെ ഔഷധ ഗുണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ടിപ്പുകളും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ദിസ് വീഡിയോ.